الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഒരു വസിയത്ത് രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവരെ, ആരാധനകൾ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി നിർവഹിക്കേണ്ടുന്നതാണ്. നിർണിതമായ ആരാധനകൾക്ക് യാതൊരു വിധത്തിലുള്ള ഒഴിവുകളും ഇളവുകൾ നൽകപ്പെട്ട രൂപത്തിലല്ലാതെ ഇല്ല. നിർബന്ധമായും അത് അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാം ഒരുപോലെ തന്നെ അങ്ങനെ പോവാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനിടയിൽ ചില മാസങ്ങളെ, അതുപോലെ ചില സ്ഥലങ്ങളെ, ചില രാവുകളെ, ചില കർമ്മങ്ങളെ ഒക്കെ സാധാരണ അവസ്ഥയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്, അതിന് മഹത്വം നൽകിയിട്ടുണ്ട്, പ്രത്യേകമായി അത് എടുത്തു പറയുന്നു.
നമ്മൾ ഓരോ ഇടവേളകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിലൂടെ ചില മാസങ്ങൾ പവിത്രമാണ് എന്ന് പരിചയപ്പെടുത്തുകയും അതിന്റെ വിശദാംശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ, അല്ലാഹുവിന്റെ കണക്കിൽ 12 ആകുന്നു മാസങ്ങൾ. ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ രേഖയിൽ അങ്ങനെയാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ പടക്കപ്പെട്ട ദിവസത്തിൽ രേഖപ്പെടുത്തിയതാണത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. 4 മാസങ്ങൾ അതിൽ പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരിചയപ്പെടുത്തി. ദുൽഖഅദാണ് ഒന്ന്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, അതുപോലെ മുഹറമും റജബും ആ ഗണത്തിൽ പെടുന്നു. നോക്കൂ നിങ്ങൾ, അത്തരത്തിൽ 3 പവിത്രമായ മാസങ്ങളിലെ നടുവിലെ മാസത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. 3 പവിത്ര മാസങ്ങൾ, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. അതിലെ സെന്ററിൽ വരുന്നതാണ് ദുൽഹിജ്ജ. പിന്നെ അപ്പുറത്ത് റജബ് വരുന്നു. അപ്പോ ഇതുപോലെ മാസങ്ങളെ പവിത്രമാക്കിയ അത്തരം അറിയിപ്പുകൾ നമുക്ക് ഖുർആനിൽ നിന്ന് ലഭിക്കുന്നു. അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദ്ർ, പ്രത്യേകം ഒരു രാത്രി, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയും. അതേപോലെ മുഹറമിലെ ആശുറാഇന്റെ താസുആഇന്റെ നോമ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കാൻ അത് ഹേതുവായി തീരുമെന്ന് പറയും. 3 പള്ളികളെ പ്രത്യേകം എടുത്തു പറയുന്നു: മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. അത് തീർത്ഥയാത്രക്ക് വിശ്വാസികൾ തെരഞ്ഞെടുക്കേണ്ടുന്ന കേന്ദ്രമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാവുന്ന കേന്ദ്രങ്ങളാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ഖുർആനിന്റെ അടിസ്ഥാനത്തിലും പ്രവാചകാധ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ദിവസങ്ങളാകുന്നു ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനങ്ങളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വൽ ഫജ്ർ കഴിഞ്ഞ് അടുത്ത ആയത്ത് വലയാലിൻ അശ്ർ, 10 രാവുകൾ എന്നതാണ്. 10 രാവുകൾ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി വളരെ നിസ്സാരമായ ഒരു കാര്യത്തെ ഉപയോഗപ്പെടുത്തൂല. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ 10 ദിവസങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വലയാലിൻ അശ്ർ എന്ന ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ കമാ ഖാല ഇബ്നു അബ്ബാസ് അസ്സുബൈർ വൽ മുജാഹിദ് വഗൈറഹു. മുജാഹിദ് റളിയല്ലാഹു അൻഹു പോലെ, സുബൈർ റളിയല്ലാഹു അൻഹു പോലെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പറഞ്ഞത് പ്രകാരം ഈ ലയാലിൻ അശ്ർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദിൽഹിജ്ജയിലെ 10 ദിനങ്ങളാകുന്നു എന്നതാണ്. ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിൽഹിജ്ജയിലെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ 10 ദിവസങ്ങളാകുന്നു. യഅനി അയ്യാമ ദിൽഹിജ്ജ അയ്യാമുൽ അശ്ർ,
ദുൽഹിജ്ജയിലെ ദിവസങ്ങൾ, ആ 10 ദിനങ്ങൾ, ഈ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠതക്ക് ഒരു കാരണമായി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ആ കാരണമായി നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാവും. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാരണം. നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ വിലയിരുത്താൻ പറ്റുന്ന കാര്യം. വല്ലദീ യദ്ഹറു അന്ന സബബ ഇംതിയാസ് അശ്രി ദിൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ. ആ 10 ദിവസങ്ങളിൽ മാത്രമാണ് ഇബാദത്തുകളുടെ സംഗമം നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇബാദത്തുകളെല്ലാം സംഗമിക്കുന്നത്. വേറെ എവിടെയും അതില്ല, വേറെ എവിടെയും അതില്ല. അതാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, വഹിയ സ്വലാത്ത്, നമസ്കാരമുണ്ട്, അതെല്ലോടത്തും. വസ്സിയാം, അതും എല്ലാ മാസത്തിലും ഉണ്ട്. വസ്സദഖ, അതും എപ്പോഴാണോ ഓരോരുത്തർക്ക് നിശ്ചയിക്കപ്പെടുന്നത്, ഓരോരുത്തർക്ക് എപ്പോഴാണോ ആകുന്നത് സക്കാത്ത്, അത് അതിൻ്റെതായ വകുപ്പിൽ നടക്കുന്നുണ്ട്. എല്ലാ സമയത്തും സക്കാത്തും സദഖയും അതുണ്ട്. വൽ ഹജ്ജ്, അതെല്ലോടത്തും ഇല്ല. അവിടെയാണ് ഈ ഇബാദത്തുകളുടെ സംഗമം, ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദ എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ പ്രസക്തി വരും. വലാ യതഅത്താ ദാലിക ഫീ ഗൈരി, ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും വരുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിലെ കർമ്മങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയാണ് നൽകേണ്ടത്, വലിയ ശ്രേഷ്ഠത നൽകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയെന്നറിയോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്യാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൽ അമലു ഫിൽ അയ്യാമിൽ അശ്ർ അഫ്ളല മിനൽ അമലി ഫീ ഹാദി. ഒരു ഹദീസിലുള്ള അങ്ങനെയാണ്. മറ്റൊരു ഹദീസിൽ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമൽ അശ്ർ. മാ മിൻ അയ്യാമിൻ, ഒരു ദിവസമല്ല, ദിവസങ്ങളിൽപ്പെട്ടതായ ഒരു ദിവസമില്ല. എങ്ങനെ? അൽ അമലു സ്വാലിഹു ഫീഹാ, അതിലുള്ള അമലു സ്വാലിഹ് വേറെ എവിടെയില്ല. അല്ലാഹുവിലേക്ക് ഏറ്റവും അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ അമലു സ്വാലിഹ് ഉൾക്കൊള്ളുന്ന 10 ദിവസങ്ങൾ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ വേറെയില്ല. മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. യഅനി, അത് അർത്ഥമാക്കുന്നത് അയ്യാമൽ അശ്ർ, ഈ 10 ദിവസങ്ങളാണ്. അയ്യാമ ദിൽഹിജ്ജയിലെ ദിവസങ്ങളാണ് എന്നിട്ട് പറയുന്നത് എന്താ പറയുക? അപ്പൊ സ്വഹാബത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാകുന്ന സംശയം, എന്താ ഈ ദിവസങ്ങൾക്ക് പ്രത്യേകമായി അങ്ങനെ ഒരു പോരിഷ ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിലെ കർമ്മങ്ങൾ തന്നെയാണോ മികച്ചതെന്നൊന്നും കൂടി പരിശോധിക്കണമല്ലോ. ആ ഒരു മൂല്യനിർണയത്തിന്റെ ഭാഗമായി സ്വഹാബത്ത് ചോദിക്കുകയാണ്, വലൽ ജിഹാദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദും ഈ ദിവസങ്ങളിലെ പ്രവർത്തനത്തിന്റെ അപ്പുറം പോകില്ലേ? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദില്ലാഹി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് പോകില്ല. എന്നിട്ട് ഒരു ചെറിയ ഒരു നിബന്ധന വെച്ചു, ഇല്ലാ റജുൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ജിഹാദ്, ഒരു വ്യക്തിയുടെ ജിഹാദ് ഒഴികെ. ആ വ്യക്തിയുടെ പ്രത്യേകത ഖറജ ബിനഫ്സിഹി വമാലിഹി, അയാളുടെ ശരീരവും സമ്പത്തും ഒക്കെ കൊണ്ടാണ് ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടത്. ഫലം യർജി മിൻ ദാലിക ബിശൈഇ, എന്നിട്ട് അതിൽ നിന്ന് ഒന്നും തിരിച്ചു കൊണ്ടുവന്നില്ല. അങ്ങനെയുള്ള ധീര രക്തസാക്ഷ്യം വഹിച്ച ഷഹീദായ ഒരു ജാഹിദ് അല്ലാത്ത, മുജാഹിദ് അല്ലാത്ത ഏതൊരാളുടെയും ജിഹാദും ഈ ദിവസങ്ങളുടെ മുകളിൽ പോലാണ്. നമ്മൾ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കും.
ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം ഒരു വിശ്വാസി കൊടുത്തേ പറ്റൂ എന്ന് നമ്മളെ പടച്ചവൻ ബോധ്യപ്പെടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവണം. എങ്ങനെ ഈ ദിവസങ്ങൾ നമ്മളിപ്പോ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്താൽ, വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ചെയ്താൽ, ദീനിന് നിരക്കാത്ത ആ പ്രശ്നങ്ങളൊന്നും അതിലില്ലെങ്കിൽ ഹലാലായ രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് നല്ല മനുഷ്യനും അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുമല്ലോ. അതെന്താ അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ടാണ്. എന്തായാലും ഞാൻ പള്ളിനേക്കാൾ കുറച്ചുകൂടി അവസ്ഥ മെച്ചപ്പെടുത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്ലാനിങ് നമ്മളുണ്ടാവും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്കൊരു 10 ദിവസം ജീവിതത്തിൽ കിട്ടാനില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു 10 ദിവസം നമുക്ക് തള്ളി നീക്കാൻ പടച്ചോൻ ആയുസ് തരികയാണെങ്കിൽ ഈ 10 ദിവസമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച, ഈ വർഷത്തിലെ, ഈ ഹിജ്റ വർഷത്തിലെ അവസാനത്തെ മാസത്തിലെ 10 ദിവസമായിരിക്കും. ഈ മാസത്തിലെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം, 10 ദിവസം പ്ലസ് അയ്യാമത്തെ ശരിക്കിന്റെ 3 ദിവസങ്ങളും കൂടി കൂട്ടിയാൽ 13 ദിവസവും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്ബീർ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ അധികരിപ്പിക്കണം. ഈ മാസം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ? നിങ്ങൾ അധികരിപ്പിക്കണം. തക്ബീറിനെ അധികരിപ്പിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറ്റുന്നിടത്തോളം നമ്മൾ പറയണം. ജീവിതത്തിലെ തിരക്കുകൾക്കൊക്കെ ഇടയിലും നമ്മൾ അതിന് സമയം ഉണ്ടാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ സമയം ഉണ്ടാക്കി പറയണം. നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിലൊക്കെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ അത് ആത്മാർത്ഥമായിട്ട് പടച്ചോനെ പരിശുദ്ധി നിനക്ക് മാത്രമാണ് സർവസ്വവും. അൽഹംദുലില്ലാഹ്, തഹ്മീദ്. പടച്ചോനെ ഞാനിതാ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ മികച്ചതായി പോവാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആ കാര്യങ്ങൾ കഴിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ വിസർജ്യങ്ങളൊക്കെ എനിക്കൊരു പ്രശ്നമില്ലാതെ ഒഴിവാക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. അപ്പൊ തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, തസ്ബീഹ് ഇതൊക്കെ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. ബാക്കി എല്ലാ ദിവസങ്ങളും ഒന്നും വേണ്ടതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ മികച്ച പ്രതിഫലങ്ങളാണ് ലഭ്യമാകുന്നത്. കലിമത്താനി ഖഫീഫത്താനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഹദീസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇതൊക്കെ ലഘുവാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ റെഡി ഉണ്ടോ, നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് പടച്ചോൻ പരീക്ഷിക്കുന്നത്. ഇതിലൊക്കെ നമ്മൾ പരീക്ഷണം എന്താണ്? ഞാനതൊക്കെ കേട്ടിട്ടും ഞാനതൊക്കെ പറഞ്ഞിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ഈ തസ്ബീഹിനും തഹ്ലീലിനും തഹ്മീദിനും തക്ബീറിനും ഒക്കെ അതിൻ്റെതായ ഗൗരവം കൊടുക്കുന്നുണ്ടോ? തക്ബീർ ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലേ വലുത്. പിന്നെ അവൻ ജീവിതത്തിൽ ആ അള്ളാഹ് പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയം. ഇവിടെ അങ്ങനെ ഒരു സംഗതി, നമ്മുടെ ദിക്റുകളിൽ വർധനമുണ്ടാവുക ഈ 10 ദിവസവും. കാരണം അത് ജിഹാദ്, നോർമൽ ജിഹാദിനേക്കാൾ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ വിഷയമാണ്. നമ്മൾ സായുധ സമരത്തിലൊന്നും ആരും ഇറങ്ങാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. കാലഘട്ടവും അതിന്റെ സാഹചര്യമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായി. അത് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഉള്ള ജിഹാദ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിഹാദിന്റെ പ്രതിഫലം അതിനേക്കാൾ വലിയ പ്രതിഫലമൊക്കെ തരാന്ന് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് പറഞ്ഞോളൂ, അല്ലാഹു അക്ബർ പറഞ്ഞോളൂ, അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളൂ. അത് അധികരിപ്പിച്ചോളൂ. ഇതൊന്നും ആർക്കും മുടക്കുള്ള കാര്യം. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിന്റെ ആശയതലങ്ങളിലേക്ക് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര മുടക്കുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. എങ്ങനെ മുടക്കുണ്ടാവും? ചിലതൊക്കെ നമ്മൾ വേണ്ട നോക്കേണ്ടി വരും. പിന്നെ അല്ലാഹു അക്ബർ ആത്മാർത്ഥമായി പറയുന്ന ഒരാൾക്ക് എന്റെ ജീവിതത്തിൽ അല്ലാഹ്ക്ക് മേലൊരാൾ ഉണ്ടാകാൻ പറ്റൂല എന്നയാൾ ബോധ്യപ്പെടും. അൽഹംദുലില്ലാഹ് ആത്മാർത്ഥമായി പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പായേരം പട്ടിണി എന്ന് പറയുന്ന സംഗതികൾ അങ്ങനെ പെരുപ്പിച്ച് കാണിക്കാൻ കഴിയില്ല. കാരണം എല്ലാത്തിലും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അല്ലദീ തത്തിമ്മു സ്വാലിഹാത്ത്. നല്ല കിട്ടുമ്പോഴും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴും അജബൽ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാവുന്ന അങ്ങനെയാണ്. നല്ലതിലും മോശപ്പെട്ടവർക്കൊക്കെ ആ ഒരു കൃത്യമായ നിലപാടുണ്ടാവും. അത് തഹ്ലീൽ കൊണ്ട് കിട്ടുന്നതാണ്. ഇനി തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നിടത്ത് നോക്കുക, ഹജ്ജിന്റെ മാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സമയങ്ങളിൽ പോലും പ്രൈവറ്റ് ഏജൻസികളുടെ കൂടെ ഹജ്ജിന് പോയ എത്രയോ ആളുകൾ ജാറങ്ങൾക്ക് മുമ്പിൽ നമ്രശിരസ്കരായി തല കുനിച്ചുകൊണ്ട് അവിടെ സുജൂദ് ചെയ്തിട്ട് ഒക്കെയാണ് കടന്നു പോയിട്ടുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ഖുർആനിലെ ആയത്ത് അതിനൊക്കെ നിഷേധിച്ചിട്ട് അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി, അതിന്റെ പ്രതിജ്ഞ പുതുക്കാൻ വേണ്ടി ഞാൻ ശക്തനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സാമ്പത്തിക ശേഷിയുള്ളവനാണ്, പടച്ചോനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇത് ഇങ്ങനെ ഒരു റൗണ്ടിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ. തൗഹീദ് മാത്രമാണ് ഹജ്ജ്, അല്ലാതെ അവിടെയുള്ള സഫയോ മറുവയോ അതല്ലെങ്കിൽ ഹജറുൽ അസ്വദോ പിന്നെ മഖാം ഇബ്രാഹിമോ ഹിജ്ർ ഇസ്മായിലോ അതൊന്നും ദിവ്യത്വം കൽപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കാൻ വേണ്ടിയാ പോകണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് അങ്ങനെ പലതും വരും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 10 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹും ഒക്കെ വർദ്ധിപ്പിക്കണം. മറ്റൊന്ന് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ഇബാദത്തുകൾക്കും ഒരു പെർഫെക്ഷൻ, നമുക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. എന്താ പറയുക, നമ്മൾ റമദാനിൽ പിന്നെ നല്ല രൂപത്തിൽ ഇബാദത്ത് എടുക്കുന്നതിനാണ്, അതൊരു ട്രെയിനിങ് ആണ്, പരിശീലനമാണ്. അതേപോലെ തന്നെ ഈ ഒരു 10 ദിവസം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ നമുക്ക് നല്ല പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ആക്കി നമ്മുടെ നിസ്കാരമൊക്കെ ഒന്ന് ജമാഅത്തൊക്കെ ഒന്ന് കണിശമാക്കി അതോടൊപ്പം തന്നെ അതൊക്കെ നിർവഹിക്കുന്ന സമയത്ത് അതിൻ്റെതായ കെട്ടിലും മട്ടിലൊക്കെ ഒന്ന് നിസ്കരിച്ചു. ഈ 10 ദിവസം നിസ്കരിച്ച എന്റെയും നിങ്ങളുടെ നിസ്കാരത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ. അപ്പൊ ആ ഒരു നിരക്ക് നമ്മൾ എല്ലാ ഇബാദത്തുകളിലും വീഴ്ച വരാതെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അറഫ നോമ്പ് വരുന്നതും ഈ 10 ദിവസങ്ങൾക്കിടയിലാണ്. ആ അറഫ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. ഒരു വർഷത്തെ ചെറു ദോഷങ്ങൾ കഴിഞ്ഞു പോയ വർഷത്തേതും ഒരു വർഷം വരാനിരിക്കുന്ന വർഷത്തെയും പിന്തിച്ചിട്ടുള്ള വർഷത്തെയും ദോഷങ്ങൾ ഒക്കെ മായ്ക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയും ഒട്ടനവധിയായ പണ്ഡിതാഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നോമ്പുമായി ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും വളരെ വ്യക്തമായ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിഫലമൊക്കെ നിശ്ചയിച്ചിട്ടുള്ള ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്കിടയിൽ ഒരു നോമ്പാണ് സൗമു യൗമി അറഫ. സൗമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറഫ വ്രതം അനുഷ്ഠിക്കാണ്, അറഫ ദിവസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും സാധിക്കുന്ന ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയിൽ നമ്മൾ നടത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ ഉളുഹിയ്യത്തിന് നിയ്യത്താക്കുകയും ഉളുഹിയ്യത്തിന് വേണ്ടി പങ്കുചേരുകയും അല്ലെങ്കിൽ ഒന്നിനെ തന്നെ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ, അതായത് വ്യക്തികൾ മാത്രം, ഉളുഹിയ്യത്തിന് പങ്കുചേർന്ന വ്യക്തികൾ മാത്രം
അവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു ശരീരത്തിലെ ഒരു നിയമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ പറഞ്ഞു കഴിഞ്ഞാൽ അറാദ അഹദുക്കും അയ്യുവാഹി, നിങ്ങളിൽ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഉദ്ഹിയത്ത് അറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നെങ്കിൽ, ഫൽയുംസിക് അൻ ശഅരിഹി വഅഫ്വാലി, മുടിയും അതുപോലെ തന്നെ നഖവും ഒക്കെ നീക്കം ചെയ്യുന്നത് നിർത്തട്ടെ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ അത് പിന്നെ അറവിന് ശേഷമാണ് പിന്നീട് അത് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മദ്ഹബുകളുടെ ഇമാമുകൾക്കിടയിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അത് കറാഹത്താണ്, അങ്ങനെ എടുക്കുന്നത് കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണെന്ന് പറയുന്ന അഭിപ്രായക്കാരുണ്ട്. അതോടൊപ്പം തന്നെ അത് പിന്നെ പ്രയാസമില്ല എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. നമുക്ക് ഹദീസിൽ വളരെ വ്യക്തമായി വന്നതുകൊണ്ട് ഇത് സംബന്ധമായി നമ്മൾ ഈ സുന്നത്ത് ആണെന്ന് കരുതി ആ നിയ്യത്തോടു കൂടി ഇത് ഉപേക്ഷിക്കുന്നത്, നമ്മുടെ പിന്നെ മുടിയും അതുപോലെ തന്നെ നഖവും ഒക്കെ മുറിക്കുന്നത് ഈ ഒരു 10 ദിവസത്തേക്ക്, അതല്ലെങ്കിൽ നമ്മൾ എന്നാണോ ഉദ്ഹിയത്ത് അറക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് ആ ഉദ്ഹിയത്തിന്റെ കർമ്മം കഴിയുന്നത് വരെ പിന്നെ നീക്കം ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ആ സുന്നത്തിൽ എടുക്കുന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, അറവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും അനുയോജ്യമായ ദിവസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറവിന്റെ ദിവസം തന്നെയാണ്. അറവിന്റെ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്, അതാണ് യൗമുൻ നഹർ. അതാണ് ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ 10 തന്നെയാണ് ആദ്യം നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, പിന്നീട് ഖുതുബ, അതിനുശേഷം നേരെ അറവ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളുടെ സുന്നത്ത് എന്താ? നേരെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് വരികയും ഇതൊക്കെ കഴിഞ്ഞ് ഈ ഉദ്ഹിയത്ത് അറുത്തതിൽ നിന്ന് തന്നെ പറ്റുമെങ്കിൽ ആ സുന്നത്തൊക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് അത് വെച്ചിട്ട് ആ സുന്നത്തിനെ ഹയാത്താക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കിയതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന കാര്യം. മറ്റൊരു വിഷയം, പലപ്പോഴും ഇതിപ്പോ പറയാണ്, അറവിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ അറക്കുന്നിടത്ത് കൂട്ടം കൂടി ആളുകൾ നിൽക്കുന്നു, അതാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അറവിന് ഷെയർ കൂടി എല്ലാവരും ഉണ്ടാവണം, അറവിന് സന്നിഹിതരാണ്. പക്ഷെ 7 ആൾക്കാർ കൂടി ഒരാൾക്കല്ലേ അറക്കാൻ പറ്റുള്ളൂ. ഒന്ന് എടുത്തിട്ട് പിന്നെ ബാക്കി ആൾക്കാർക്ക് കൈ കത്തിയെടുക്കാൻ പറ്റില്ലല്ലോ. ഈ അറവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കത്തിയൊക്കെ നല്ല മൂർച്ചയുള്ളതായിരിക്കണം. ബലിമൃഗം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഷിയാറിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ചിഹ്നമായിട്ട് പഠിച്ചവൻ പറഞ്ഞാണ്. എന്തിനാ നിങ്ങൾ മൃഗത്തിനെ തന്നെ അറക്കണമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളതാണ്, ഒന്ന് പറഞ്ഞോടും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ചില അദബുകളുണ്ട്. ആ മര്യാദയിൽപ്പെട്ടതാണ് അറക്കുന്ന ആള്, കത്തി പിടിക്കുന്ന ആള് ബിസ്മില്ലാ വല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഇതാണ് അറവിന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ബാക്കിയുള്ള ആൾക്കാർക്ക് തക്ബീർ ചൊല്ലാൻ പറ്റുമെന്ന് വെച്ചാൽ അയ്യാമു തശ്രീഖില് അല്ലെങ്കിൽ പിന്നെ ദുൽഹിജ്ജ ആദ്യത്തെ ദിവസങ്ങളിൽ തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹും ഒക്കെ വർദ്ധിപ്പിക്കാന്നുള്ളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചെല്ലാം. അതിനൊരു കൂട്ട തക്ബീറൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ഒരു പിന്നെ ആചാരം നമ്മൾ അറിയാതെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ. ഇനിയിപ്പോ ഇതൊക്കെ കേട്ടാലും ചില ആൾക്കാർ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്താ പോലെ ശീലിച്ച സംഗതിയാണ്. അപ്പൊ മയ്യത്തിന്റെ പിന്നെ കബറടക്കിയിട്ട് തസ്ബീഹ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരാള് ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ളവർ ഏറ്റു ചെല്ലുക, ഈ പരിപാടിയൊക്കെ കൃത്യമായി പിന്നെ വിലക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെല്ലേണ്ട കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ ഈ സുന്നത്ത് എടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഈ അറിവിന്റെ ആണെങ്കിൽ ഏത് ആരാധനകളുടെ ആണെങ്കിലും മജ്ജാണ്, ആരാധനകളുടെ മജ്ജാണ്. അവിടുന്ന് ചോരുമ്പോഴാണ് ഇവിടെ ഹജ്ജ് കല്യാണം ഉണ്ടായത്. കാരണം ഇതൊക്കെ പുറംപൂച്ചായിട്ട് മാറുകയാണ്. ആരാധനകൾ അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കണം. അതോടൊപ്പം തന്നെ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്, ചില സ്ഥലങ്ങളിലെങ്കിലും ഈ ഷെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് പിന്നെ ഒരു മൃഗത്തിന് കണക്കാക്കിയിട്ടുള്ള റേറ്റ് തന്നെ കൊടുക്കുകയും ആ റേറ്റിൽ മാറ്റൊന്നും വരുത്താതിരിക്കുകയും, എന്നിട്ട് ഈ മൃഗത്തിന്റെ തോല്, ഉരുവിന്റെ തോല് വിറ്റിട്ട് പണിക്കാരന് കൂലി കൊടുക്കുന്നൊക്കെ അവസ്ഥ ഉണ്ടാവാൻ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. വലിയ മൃഗത്തിന്റെ ഒരു സംഗതിയും ഒരാൾക്കും കൂലിയായിട്ട് കൊടുക്കാനുള്ളതല്ല.
അത് അതിൻ്റെതായ ശരീഅത്ത് പ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കും. ഈ ബലിമൃഗത്തിന്റെ തോല് നമുക്ക് എന്ത് ചെയ്യാം? തോലാരും നമ്മൾ ആരും ഉപയോഗിക്കലില്ലല്ലോ. അപ്പൊ തോല് നമുക്കത് വിൽപ്പന നടത്താം. വിൽപ്പന നടത്തിയിട്ട് അത് സ്വതക്ക ചെയ്യണം. ആ പണം സ്വതക്ക ചെയ്യണം. ആ പണം നമുക്ക് സാധുക്കൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ സാധുക്കളെ സംരക്ഷിക്കുന്നതായ പാലിയേറ്റീവ് കെയർ പോലെയുള്ള അത്തരം സൊസൈറ്റികളിലേക്കൊക്കെ നമുക്ക് അതിന്റെ പണങ്ങളൊക്കെ കൊടുക്കാം. എന്നതിനപ്പുറത്ത് നമ്മൾ അതിനെ ഈ വക ക്രമീകരണങ്ങൾ വരുത്തരുത്. നമ്മൾ ഒരു കാര്യവും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യരുത്. ശരീരത്തിൽ എന്തെങ്കിലും സംഗതി ഉണ്ടോ അതിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയതായ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താന്നതിനപ്പുറത്ത് അതിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരായി തീരും എന്ന ബോധവും ആ ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാധനകളിൽ നിഷ്ഠ പാലിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് അല്ലാഹു നമുക്ക് എല്ലാവരും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും നല്ല രൂപങ്ങൾ തെളിയേണ്ടുന്ന ഈ 10 ദിവസങ്ങളെ നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും വളരെ ധന്യമായി ഇവിടത്തെ തക്ബീറും തഹ്മീദും തഹ്ലീലും തസ്ബീഹും ഒക്കെയായി സാധ്യമാകുന്നതായ ഇബാദത്തുകളെല്ലാം ചെയ്ത് അതോടൊപ്പം തന്നെ ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെ നന്മകൾ നേടിയെടുക്കാൻ പറ്റുമോ ആ നന്മകളൊക്കെ നേടിയെടുക്കുന്ന നല്ല ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ ഒറ്റക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തതായ എല്ലാ തിന്മകളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗത്തിന് യഥാർത്ഥ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, പുറത്ത് മറ്റൊരാളോട് പറയാൻ വിഷമിക്കുന്ന തരത്തിലുള്ള ധാരാളം രഹസ്യമായ രോഗങ്ങൾ പോലുമുള്ള ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അറിയുന്നവനും ദൂരീകരിക്കാൻ കഴിയുന്നവനും നീ മാത്രമാണ് നാഥ. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, റബ്ബേ, അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وآله وصحبه.